സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈഡായിട്ട് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സീറോ പേപ്പർ വർക്ക് എന്ന രീതിയിലാണ് അവർ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ റൺ ചെയ്യുന്നത്. പലരും ഈ ഒരു പരസ്യം കണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് ആ ഒരു പരസ്യം എന്ന് പറയുന്നത് അവരുടെ ഡിജിറ്റൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സിനെ പറ്റിയാണ്. നമുക്ക് പേപ്പർ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ആ സീറോ കാണുമ്പോൾ തന്നെ അത് സീറോ ബാലൻസ് അക്കൗണ്ടാണെന്ന് കരുതരുത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. IDFC ഫസ്റ്റ് ബാങ്കിൽ നമുക്ക് നോർമലി സീറോ ബാലൻസ് അക്കൗണ്ട് ഒന്നും അവൈലബിൾ അല്ല. ഒന്ന് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് BSBD അക്കൗണ്ട് സ്കീമാണ്. BSBD അക്കൗണ്ട് സ്കീം അക്കൗണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്ക് ഓഫ്ലൈനായിട്ട് ബ്രാഞ്ചിൽ പോയി മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കൂ. BSBD അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിൽ വേറെ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ വേറെ ബാങ്കിൽ നമുക്ക് BSBD സ്കീമിൽ അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. BSBD അക്കൗണ്ട് ആണെങ്കിൽ അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. നമുക്ക് ചെക്ക് ബുക്ക് അതുപോലെ തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സൗജന്യമാണ്. മുൻപ് BSBD സ്കീമിൽ കുറേ റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ബേസിക് ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു BSBD സ്കീമിലുള്ള അക്കൗണ്ടിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ബട്ടണിൽ ആഡ് ചെയ്യാം. കൂടുതലായിട്ട് അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക. പിന്നെ IDFC ഫസ്റ്റ് ബാങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് കാറ്റഗറിയാണ് സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത്. സാലറി അക്കൗണ്ട് നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിൽ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് അവൈലബിൾ അല്ല. നമ്മൾ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യുന്ന IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും നമ്മൾ ബ്രാഞ്ചിൽ നേരിട്ട് പോയിട്ട് ഓപ്പൺ ചെയ്യുന്ന റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും സെയിം ആണ്. രണ്ട് കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് 25,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട കാറ്റഗറി അക്കൗണ്ട്, മറ്റൊന്ന് 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ടാണ്. നമ്മൾ ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര രൂപയുടെ കുറവാണ് വരുന്നത് അതിന്റെ 6%, മാക്സിമം 500 രൂപ പ്ലസ് GST വരെയാണ് പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കുക. ആ ഒരു കാര്യം ഓർക്കുക. പിന്നെ ഡെബിറ്റ് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് മുൻപ് സൗജന്യമായിരുന്നു, ലൈഫ് ടൈം ഫ്രീ ആയിരുന്നു, ആനുവൽ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇൻഷുറൻസ് ഫീസ് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. ആനുവൽ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ 25,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ 300 രൂപ പ്ലസ് GST, 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് കാറ്റഗറി ആണെങ്കിൽ 200 രൂപ പ്ലസ് GSTയുമാണ് ആനുവൽ ഫീസ് വരുന്നത്. പക്ഷേ രണ്ടിലെയും കാർഡിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് ആണ്. 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ അതിൽ നമുക്ക് കിട്ടുന്നത് വിസ ക്ലാസിക് വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. ഡെയിലി ATM വിഡ്രോൾ ലിമിറ്റ് വരുന്നത് 1 ലക്ഷം രൂപയാണ്. ഡെയിലി പർച്ചേസ് ലിമിറ്റ് 4 ലക്ഷം രൂപയാണ്. അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് 5 ലക്ഷം രൂപയാണ്. നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഏത് ബാങ്കിൻ്റെ ATM വഴി നമുക്ക് സൗജന്യമായിട്ട് ട്രാൻസാക്ഷൻ നടത്താം. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും സൗജന്യമാണ്. പിന്നെ വരുന്ന മറ്റു ഫീച്ചർ എന്ന് പറയുന്നത് കുറച്ച് ഇൻഷുറൻസ് കവറേജ് ആണ്. ഒരു 5 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ്, പിന്നെ ഒരു 30 ലക്ഷം രൂപയുടെ എയർ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു 4 ലക്ഷം രൂപയുടെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു 50,000 രൂപ വരെ പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജും വരുന്നുണ്ട്. 25,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് വേൾഡ് ഡെബിറ്റ് മാസ്റ്റർ കാർഡാണ് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റൊക്കെ അല്പം കൂടുതലാണ്. ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. ഡെയിലി പർച്ചേസ് ലിമിറ്റ് 6 ലക്ഷം രൂപയാണ്. പിന്നെ കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. ഓരോ ക്വാർട്ടറിലും ഒരു തവണ സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഇൻഷുറൻസ് കവറേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കവറേജ് എമൗണ്ടും കാര്യങ്ങളൊക്കെ അല്പം കൂടുതലാണ്. നമുക്കൊരു 35 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു 1 കോടി രൂപയുടെ എയർ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജും വരുന്നുണ്ട്. ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഫിസിക്കൽ ആധാറും അതുപോലെ തന്നെ പാനും ആവശ്യമായിട്ടുണ്ട്. ആധാർ OTP വഴി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഏത് വേരിയന്റ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ ബ്രാഞ്ചിൽ നേരിട്ട് പോകണം. നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാൻ കാർഡ്, വാലിഡ് ID പ്രൂഫ് എന്നിവ നമ്മൾ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. ഇനി ആർക്കാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക? ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ആർക്കും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയാണ്. കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറവ് വരുന്ന എമൗണ്ടിന് 6% പ്ലസ് GST, മാക്സിമം 500 രൂപ വരെ പെനാൽറ്റി ചാർജ് ഈടാക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പല ബാങ്കിങ് സർവീസുകൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. NEFT, RTGS, IMPS ഉൾപ്പെടെയുള്ള ബാങ്കിങ് ട്രാൻസാക്ഷനുകൾ, അതുപോലെ തന്നെ അലർട്ട് ചാർജുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് സൗജന്യമായിട്ടാണ് വരുന്നത്. സോ IDFC ഫസ്റ്റ് ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത്. ഇങ്ങനെ 25,000 രൂപയും 10,000 രൂപയും മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് ആയിരിക്കും ഓപ്പൺ ചെയ്യപ്പെടുക. അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, നിങ്ങളിപ്പോൾ പരസ്യത്തിൽ കാണുന്നത് ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് 6.5% ഇൻട്രസ്റ്റ് കിട്ടും, അതുപോലെ തന്നെ നമുക്ക് എല്ലാ മാസവും ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള പരസ്യത്തിൽ പറയുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും, ഉയർന്ന പലിശ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കണ്ടുകൊണ്ട്
ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളുടെ ആ ഒരു ബാങ്കിൻ്റെ സേഫ്റ്റി സൈഡാണ്. ആ ബാങ്ക് സേഫ് ആണോ, നമ്മൾ ഇടുന്ന എമൗണ്ടിന്. ഇപ്പം ഇതെല്ലാം തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്, RBIയുടെ അണ്ടറിലാണ് വരുന്നത്. നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് DSC GCയുടെ ഇൻഷുറൻസ് പെരക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും, എല്ലാം ശരിയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ആ ഒരു ബാങ്കിന്റെ ഫൈനാൻഷ്യൽസും അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്തകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മളെപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ളൊരു സേഫ് ആയിട്ടുള്ള ബാങ്കിൽ വേണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്, അല്ലാതെ ഒരിക്കലും ഉയർന്ന പലിശയുടെ പുറകെയൊന്നും പോകരുത്. ഒരു ബാങ്കിന് ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി സേഫ് ആയിട്ടുള്ള ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ RBIയുടെ അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങളിൽ മാത്രം നിക്ഷേപം നടത്തുക. പിന്നെ ബാങ്ക് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് ബ്രാഞ്ചുള്ള ഒരു ബാങ്ക് ഓപ്റ്റ് ചെയ്യുക നമ്മുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയിട്ട് ചോദിക്കാനുള്ള ഒരു ബ്രാഞ്ചെങ്കിലും ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. പിന്നെ നോക്കേണ്ട ഒരു കാര്യം കസ്റ്റമർ സപ്പോർട്ടാണ്. നമുക്ക് ഫോൺ കോളിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ട് കിട്ടാറുണ്ടോ, അത് നമുക്ക് മലയാളത്തിലുള്ള കസ്റ്റമർ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുക. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പല ഫോറത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള കസ്റ്റമർ സപ്പോർട്ടിൻ്റെ കാര്യം കൂടി പരിഗണിക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൂടി വേണം ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി